വടക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന വെള്ളരാത്രികളുടെ മാന്ത്രികതയിൽ കുളിച്ചു നിൽക്കുന്ന നഗരമാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. നേവ നദിയുടെ തീരത്ത് ഫിൻലൻഡ് ഉൾക്കടലിന്റെ കിഴക്കൻ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ചരിത്രവും കലയും വാസ്തുവിദ്യയും പ്രകൃതി ഭംഗിയും ഒരുപോലെ സമ്മാനിക്കുന്ന അപൂർവ നഗരങ്ങളിലൊന്നാണ്. വിശാലമായ കൊട്ടാരങ്ങളും മനോഹരമായ കത്തീഡ്രലുകളും ചരിത്രപ്രസിദ്ധമായ പാലങ്ങളും കനാലുകളും നഗരത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. റഷ്യൻ ചക്രവർത്തിയായ പീറ്റർ ദി ഗ്രേറ്റ് 1703 സ്ഥാപിച്ച ഈ നഗരം പിന്നീട് റഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായും യൂറോപ്യൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമായും വളർന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന നഗരമാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. നേവ നദിയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ചരിത്രപ്രസിദ്ധമായ കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും കത്തീഡ്രലുകളും സന്ദർശിക്കുമ്പോഴും റഷ്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ പല അധ്യായങ്ങളും നമുക്ക് മുന്നിൽ തുറന്നുവരും. പോകാം റഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം നെവ്സ്കി അവന്യൂ, തുടർന്ന് നേവ നദി, അടുത്തതായി പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ്, പിന്നെ ചർച്ച് ഓഫ് ദി സേവിയർ ഓൺ സ്പിൽഡ് ബ്ലഡ്, തുടർന്ന് വിന്റർ പാലസ്, പിന്നെ കസാൻ കത്തീഡ്രൽ, അടുത്തതായി സെയിന്റ് ഐസക്സ് കത്തീഡ്രൽ, തുടർന്ന് നിക്കോളവെസ്കി പാലസ് ആൻഡ് മ്യൂസിയം ഓഫ് റഷ്യൻ വോഡ്ക, അവിടെ നിന്നും പീറ്റർ ഹോഫ് പാലസ്, അവസാനമായി കാതറിൻ പാലസ്. സെയിന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിലെ പ്രധാന പാതയായ നെവ്സ്കി അവന്യൂവിൽ നിന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കാം. ഏകദേശം 4.5 കിലോമീറ്റർ നീളമുള്ള ഈ പാത സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഹൃദയഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇരുവശങ്ങളിലുമായി ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും പള്ളികളും കൊട്ടാരങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും കടകളും കഫേകളും റെസ്റ്റോറന്റുകളുമെല്ലാം കാണാം. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും ജനജീവിതവും ഒരുമിച്ച് അനുഭവിച്ചറിയാൻ ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിലൊന്നാണ് നെവ്സ്കി അവന്യൂ. സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഹൃദയതാളം അടുത്തറിയാൻ നെവ്സ്കി അവന്യൂവിലൂടെ ഒന്ന് നടന്നാൽ മതി. വഴിയിലുടനീളം ഗംഭീരമായ ചരിത്ര നിർമ്മിതികളും റഷ്യൻ വാസ്തുവിദ്യയുടെ വൈവിധ്യം വിളിച്ചോതുന്ന മനോഹരമായ കെട്ടിടങ്ങളും കാണാം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് നെവ്സ്കി അവന്യൂ ഒരു മികച്ച ഇടമാണ്. മനോഹരമായ കെട്ടിടങ്ങളും തെരുവുകളിലെ തിരക്കുകളും പാലങ്ങളും കനാലുകളും നഗരത്തിന്റെ സജീവമായ ജനജീവിതവുമെല്ലാം മികച്ച ഫ്രെയിമുകൾ സമ്മാനിക്കും. വഴിയരികിലെ കഫേകളിലും റെസ്റ്റോറന്റുകളിലും കയറി റഷ്യൻ ഭക്ഷണവും പ്രാദേശിക രുചികളും ആസ്വദിക്കാം. ഷോപ്പിംഗിനും നെവ്സ്കി അവന്യൂ പ്രശസ്തമാണ്. വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും വിവിധ കടകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേവ നദിയുടെ തീരത്തേക്ക് പോകാം. നേവ നദി ഫിൻലൻഡ് ഉൾക്കടലിന്റെ കിഴക്കൻ ഭാഗത്ത് ചേരുന്നിടത്താണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് സ്ഥിതി ചെയ്യുന്നത്. നേവ ഡെൽറ്റയിലും
അതിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന നഗരത്തിൽ നിരവധി ദ്വീപുകളും ജലപാതകളും കാണാം. ഇന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് സാധാരണയായി 42 ദ്വീപുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നഗരമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓളം തല്ലുന്ന ജലപ്പരപ്പും അതിനപ്പുറം നിരന്നു നിൽക്കുന്ന ചരിത്ര മന്ദിരങ്ങളും ചേർന്ന കാഴ്ച ഗംഭീരമാണ്. തീരത്തുകൂടി നടക്കുമ്പോൾ നദിയുടെയും നഗരത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ പല ആംഗിളുകളിൽ നിന്ന് ആസ്വദിക്കാം. കൊട്ടാരങ്ങളും ദേവാലയങ്ങളും ചരിത്ര നിർമ്മിതികളും തീരത്ത് നിന്ന് കാണാനാകും. സ്ഫിങ്സ് പ്രതിമകളാണ് നേവാ തീരത്തെ വേറിട്ടൊരു കാഴ്ച. യൂണിവേഴ്സിറ്റേറ്റിസ്കായ എംബാങ്ക്മെന്റിലുള്ള ഈജിപ്ഷ്യൻ സ്ഫിങ്സുകൾക്ക് ഏകദേശം 3500 വർഷം പഴക്കമുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിച്ച ഇവ ഇന്ന് നഗരത്തിന്റെ പ്രധാന പ്രതീകങ്ങളിലൊന്നാണ്. പകൽ സമയത്തെ നേവാ നദിയുടെ ഭംഗിക്കൊപ്പം രാത്രിയിലെ കാഴ്ചകൾക്കും പ്രത്യേക ആകർഷണമുണ്ട്. നഗരത്തിലെ ചരിത്ര മന്ദിരങ്ങളും പാലങ്ങളും വിളക്കുകൾ പ്രകാശിക്കുന്നതോടെ മറ്റൊരു ഭാവം കൈവരിക്കും. നേവാ നദിയിലൂടെയുള്ള ബോട്ട് ക്രൂസും നഗരത്തെ കാണാനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ്. പകൽ സമയത്തെ സൈറ്റ് സീയിങ് ക്രൂസിൽ നദിയിൽ നിന്ന് നഗരത്തിലെ കൊട്ടാരങ്ങളും കോട്ടകളും ചരിത്ര മന്ദിരങ്ങളും പാലങ്ങളും കാണാം. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന നഗരമാണ് രാത്രിയിലെ കാഴ്ച. രാത്രിയിൽ നഗരത്തിന്റെ പ്രകാശഭംഗിയും ഉയർത്തുന്ന പാലങ്ങളും ആസ്വദിക്കാനുള്ള പ്രത്യേക ക്രൂസുകളിൽ ലഭ്യമാണ്. ഡ്രോബ്രിഡ്ജസ് ഉയർത്തുന്ന കാഴ്ച സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിൽ ഒന്നാണ്. അടുത്തതായി നമുക്ക് പീറ്റർ ആൻഡ് പോൾ ഫോർട്രസിലേക്ക് പോകാം. 1703 പീറ്റർ ദി ഗ്രേറ്റ് സ്ഥാപിച്ച ഈ കോട്ടയോടെയാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ചരിത്രം ആരംഭിച്ചതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ജന്മസ്ഥാനമെന്നും ഈ കോട്ട അറിയപ്പെടുന്നു. കത്തീഡ്രൽ, കോട്ടമതിലുകൾ, ബാസ്റ്റ്യനുകൾ, മ്യൂസിയങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകൾ ഈ ചരിത്ര സമുച്ചയത്തിലുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രലാണ്. 1712 മുതൽ 1732 വരെ പണികഴിപ്പിച്ച ഈ ദേവാലയം പെട്രിൻ ബറോക്ക് വാസ്തുശൈലിയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഉയർന്ന സ്പയറാണ് കത്തീഡ്രലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. കത്തീഡ്രലിന്റെ അകത്തളവും ഏറെ ശ്രദ്ധേയമാണ്. റഷ്യയിലെ റൊമാനോവ് രാജവംശത്തിലെ ചക്രവർത്തിമാരുടെയും ചക്രവർത്തിനികളുടെയും ശവകുടീരങ്ങൾ ഇവിടെ കാണാം. പീറ്റർ ഒന്നാമൻ മുതൽ നിക്കോളാസ് രണ്ടാമൻ വരെയുള്ള ഭരണാധികാരികളിൽ ഭൂരിഭാഗവും ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയുടെ സ്റ്റാർ ഷേപ്ഡ് ഫോർട്ടിഫിക്കേഷൻ തന്നെയും ഒരു പ്രധാന കാഴ്ചയാണ്. 6 ശക്തമായ ബാസ്റ്റ്യൻസും അവയെ ബന്ധിപ്പിക്കുന്ന കോട്ട മതിലുകളും ചേർന്നതാണ് ഇതിന്റെ പ്രതിരോധ സംവിധാനം. കോട്ടമതിലുകളിലൂടെ നടക്കുമ്പോൾ നേവാ നദിയുടെയും നഗരത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. മ്യൂസിയങ്ങളും കോട്ടയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. ട്രുബെറ്റ്സ്കോയി ബാസ്റ്റ്യൻ പ്രിസൺ റഷ്യയിലെ പ്രധാന രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന ചരിത്രപ്രസിദ്ധമായ ജയിലായിരുന്നു. നഗരത്തിന്റെ പഴയകാല ജീവിതം പരിചയപ്പെടുത്തുന്ന പ്രദർശനങ്ങളും ഇവിടെ കാണാം. കൂടാതെ മ്യൂസിയം ഓഫ് ദി ഹിസ്റ്ററി ഓഫ് മണിയിൽ റഷ്യയിലെ നാണയ ധനവ്യവസ്ഥയുടെ ചരിത്രവും അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് ചർച്ച് ഓഫ് ദി സേവിയർ ഓൺ സ്പിൽഡ് ബ്ലഡിന്റെ കാഴ്ചകളിലേക്ക് പോകാം.
ചൊരിഞ്ഞ രക്തത്തിന്റെ രക്ഷകന്റെ ദേവാലയം എന്നർത്ഥം വരുന്ന ഈ പേര് അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിക്ക് 1881 ഇവിടെ വെച്ച് മാരകമായി പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പിന്നീട് ഈ സ്ഥലത്താണ് ദേവാലയം നിർമ്മിച്ചത്. 1883 ആരംഭിച്ച നിർമ്മാണം 1907 പൂർത്തിയായത്. റഷ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഗാംഭീര്യം പ്രകടമായി കാണാനാകുന്ന നിർമ്മിതിയാണിത്. നിറപ്പകിട്ടാർന്ന താഴികക്കുടങ്ങളും സങ്കീർണമായ അലങ്കാരപ്പണികളും മനോഹരമായ പുറംഭാഗവും ദേവാലയത്തെ വേറിട്ടു നിർത്തുന്നു. പുറംകാഴ്ച പോലെ തന്നെ അമ്പരപ്പിക്കുന്നതാണ് ദേവാലയത്തിന്റെ ഉൾവശവും. മൊസൈക്കുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചുവരുകളും തൂണുകളും താഴികക്കുടങ്ങളുടെ ഉൾഭാഗങ്ങളും ഉൾപ്പെടെ വിശാലമായ ഭാഗങ്ങൾ വർണ്ണാഭമായ മൊസൈക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള മൊസൈക്കുകളും അലങ്കാര കല്ലുകളും താഴികക്കുടങ്ങളിൽ നിന്നുള്ള പ്രകാശവും ചേർന്ന് ദേവാലയത്തിന്റെ അകത്തളം അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കുന്നു. ചരിത്രവും വാസ്തുവിദ്യയും കലയും ഒരുമിച്ച് ചേരുന്ന ഈ ദേവാലയം സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിൽ ഒന്നാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി നമുക്ക് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും ഗംഭീരമായ കാഴ്ചയിലേക്ക് പോകാം. വിന്റർ പാലസ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രൗഢമായ കൊട്ടാരങ്ങളിലൊന്ന്. സമ്പത്തും കലാപരമായ മികവും ഒരുമിച്ച് ചേർന്നപ്പോൾ രൂപം കൊണ്ട അത്യാഡംബര നിർമ്മിതി. 14 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വമ്പൻ സമുച്ചയമാണിത്. കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കാൻ ഏതാണ്ട് 1 നൂറ്റാണ്ടോളം വേണ്ടി വന്നിരുന്നു. ചരിത്രപരമായ പ്രാധാന്യമാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത. റഷ്യൻ വിപ്ലവത്തിലേക്ക് വഴിയൊരുക്കിയ 1905 ബ്ലഡി സൺഡേ കൂട്ടക്കൊല അരങ്ങേറിയത് ഈ കൊട്ടാരത്തിന് മുമ്പിലുള്ള ചത്വരത്തിലാണ്. പിന്നീട് ചക്രവർത്തി ഭരണം അട്ടിമറിച്ച ശേഷം താൽക്കാലിക ഗവൺമെന്റ് അധികാരമേറ്റത് ഇവിടെയായിരുന്നു. ഒടുവിൽ റെഡ് ആർമിയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് ഭരണത്തിന് തുടക്കമായതും ഈ കൊട്ടാരത്തിൽ തന്നെ. അങ്ങനെ ലോക ചരിത്രത്തിലും കൊട്ടാരത്തിന് നിർണായക സ്ഥാനമാണുള്ളത്. ഒരു ഗൈഡിനൊപ്പം കൊട്ടാരം സന്ദർശിക്കുന്നതാണ് ഉത്തമം. അത്രയേറെ കാഴ്ചകൾ ഹെർമിറ്റേജ് മ്യൂസിയം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കൊട്ടാരത്തിൽ കാണാനുണ്ട്. കൊട്ടാരം പൂർണ്ണമായും ഒരു പ്രദർശനശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. പുരാവസ്തുക്കളുടെ വലിയൊരു ശേഖരം ഇവിടെ കാണാനാകും. ശില്പങ്ങളും ചിത്രങ്ങളും അടങ്ങുന്ന കലാസൃഷ്ടികളാണ് മറ്റൊന്ന്. ലോകപ്രസിദ്ധമായ പല സൃഷ്ടികളും ഈ ശേഖരത്തിലുണ്ട്. ആകെ 30 ലക്ഷത്തോളം വസ്തുക്കൾ മ്യൂസിയം കളക്ഷനിൽ ഉണ്ടെന്നാണ് കണക്ക്. അതിൽ 1/3 മാത്രമേ ഊഴമിട്ട് പ്രദർശിപ്പിക്കാറുള്ളൂ. ബറോക്ക് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൊട്ടാരത്തിന്റെ സൗന്ദര്യം ഇവിടെ നമ്മെ അമ്പരപ്പിക്കും. വലിപ്പമാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുക. ഉള്ളിലേക്ക് കയറിയാൽ ഓരോ മുറിയും ഓരോ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് അലങ്കാരങ്ങളും കലാസൃഷ്ടികളും സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വർണം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നതും കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ്.
മിക്ക മുറികളിലും കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കം കാണാം. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെ മായാലോകത്തിൽ എന്നവണ്ണം നടക്കുമ്പോൾ പുറത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയെയും കൂടി നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി കാണേണ്ടത് കസാൻ കത്തീഡ്രലാണ്. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതികളിൽ ഒന്നാണ് ഈ ദേവാലയം. റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസികൾ ഏറെ ആദരിക്കുന്ന അവർ ലേഡി ഓഫ് കസാൻ എന്ന വിശുദ്ധ ഐക്കണിന്റെ ഒരു പകർപ്പാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയെ മാതൃകയാക്കി രൂപകൽപ്പന ചെയ്തതിനാൽ അതിന്റെ അർദ്ധവൃത്താകൃതിയിലുള്ള വിശാലമായ തൂൺനിര കത്തീഡ്രലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ്. എന്നാൽ വാസ്തുശൈലിയുടെ കാര്യത്തിൽ ഇത് എംപയർ ശൈലിയിലുള്ള റഷ്യൻ നിയോ ക്ലാസിക്കൽ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. 1801 ആൻഡ്രൈ വോറോണിക്കിന്റെ രൂപകൽപ്പനയിൽ ആരംഭിച്ച കത്തീഡ്രലിന്റെ നിർമ്മാണം 1811 പൂർത്തിയായി. ചരിത്രപരമായും ഈ ദേവാലയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1876 കസാൻ കത്തീഡ്രലിന് മുന്നിൽ നടന്ന രാഷ്ട്രീയ പ്രകടനം റഷ്യയിലെ ആദ്യ രാഷ്ട്രീയ പ്രകടനമായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. പിന്നീട് റഷ്യൻ വിപ്ലവകാലത്തും ഈ പ്രദേശം രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പ്രധാന വേദിയായി മാറി. വലിയ തൂണുകളും കൊത്തുപണികളും ശില്പങ്ങളും ചേർന്ന പുറംഭാഗം പോലെ തന്നെ മനോഹരമാണ് ദേവാലയത്തിന്റെ ഉൾവശവും. വിശാലമായ അകത്തളം, അലങ്കാരപ്പണികൾ, വിശുദ്ധ ചിത്രങ്ങൾ എന്നിവ കത്തീഡ്രലിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന്റെ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ സെയിന്റ് ഐസക്സ് കത്തീഡ്രലിലേക്ക് പോകാം. 19-ാം നൂറ്റാണ്ടിൽ പണിത ദേവാലയമാണിത്. നിയോ ക്ലാസിക്കൽ, ബൈസാന്റിയൻ ശൈലികൾ സമന്വയിപ്പിച്ചുള്ള രൂപകൽപ്പനയിൽ തയ്യാറാക്കിയ മന്ദിരം. വലിപ്പമാണ് ആദ്യ കാഴ്ചയിൽ നമ്മെ ആകർഷിക്കുന്ന ഘടകം. മുന്നിലെ വിശാലമായ മുഖപ്പും ഗോപുരങ്ങളും സ്വർണവർണ്ണമാർന്ന മകുടവും ചർച്ചിനെ ഗംഭീരമാക്കുന്നുണ്ട്. കൊത്തുപണികൾ, ശില്പങ്ങൾ, ഡിസൈൻ വർക്കുകൾ എന്നിവയൊക്കെ ആകെയുള്ള കാഴ്ചയിൽ ചന്തം വർദ്ധിപ്പിക്കുന്ന സവിശേഷതകളാണ്. സോവിയറ്റ് ഭരണകാലത്താണ് ഇവിടെ ആരാധന അവസാനിപ്പിച്ച് മ്യൂസിയമാക്കി മാറ്റിയത്. സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ആരാധന പുനരാരംഭിച്ചെങ്കിലും മ്യൂസിയം നിലനിർത്തി. അതുകൊണ്ട് തന്നെ ഒരു ദേവാലയം എന്നതിനൊപ്പം ചരിത്ര സ്മാരകവും കൂടിയാണ് സെയിന്റ് ഐസക്സ് കത്തീഡ്രൽ. വിലപിടിപ്പേറിയ പലതരം വസ്തുക്കളും മനോഹരമായ കലാസൃഷ്ടികളും ദേവാലയത്തിന് ഉൾവശത്ത് കാണാനാകും. ഒരു ഒബ്സർവേഷൻ ഡെക്കാണ് സെയിന്റ് ഐസക്സ് കത്തീഡ്രലിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ. 43 മീറ്റർ ഉയരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനമാണിത്. ചരിത്ര മന്ദിരങ്ങൾ നിരന്നു നിൽക്കുന്ന സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ വിശാലമായ കാഴ്ചകൾ ഡെക്കിൽ നിന്നും കാണാം. സെയിന്റ് ഐസക്സ് കത്തീഡ്രലിന് മുന്നിലുള്ള ചത്തുരമാണ് ഇവിടുത്തെ മറ്റൊരു മനോഹര കാഴ്ച. നിക്കോളാസ് ഒന്നാമൻ രാജാവിന്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള ചത്വരം. നിരവധി ക്ലാസിക് നിർമ്മിതികളും സ്ക്വയറിന് ചുറ്റുമായുണ്ട്. അടുത്തതായി നിക്കോളവിസ്കി പാലസിലേക്ക് പോകാം. നിക്കോളാസ് ഒന്നാമൻ രാജാവ് തന്റെ മക്കൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരം. 1853 ആരംഭിച്ച നിർമ്മാണം 1861 പൂർത്തിയായത്. ഇന്നിത് ഒരു കൾച്ചറൽ സെന്ററാണ്. കലാപരിപാടികളും എന്റർടൈൻമെന്റ് ഇവന്റുകളുമെല്ലാം നടക്കുന്ന ഇടം. കൊട്ടാരം വിശാലമാണെങ്കിലും എല്ലായിടങ്ങളിലും സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല.
പ്രവേശനമുള്ള മുറികളിൽ സംഗീത നൃത്ത പരിപാടികൾക്കൊപ്പം നടക്കുന്ന ഡിന്നറാണ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം. ചില ഹാളുകളിൽ പതിവായി ഡിന്നർ ഇവന്റുകൾ നടക്കുന്നുണ്ട്. രസകരമായ റഷ്യൻ നാടൻ കലകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. വിദേശികളെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ കലകൾ തികച്ചും വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അതുപോലെ തനത് റഷ്യൻ ഭക്ഷണവും ഏവരും ഇഷ്ടപ്പെടും. പഴമയുടെ ആഢ്യത്വം നിറയുന്ന അന്തരീക്ഷത്തിലിരുന്ന് ഇതെല്ലാം ആസ്വദിക്കാനാവും എന്നതാണ് നിക്കോളോസ്കി പാലസ് വിസിറ്റിന്റെ വലിയ നേട്ടം. അടുത്തതായി നമുക്ക് റഷ്യൻ വോഡ്ക മ്യൂസിയത്തിലേക്ക് പോകാം. റഷ്യൻ സംസ്കാരത്തോടും സാമൂഹിക ജീവിതത്തോടും ഏറെക്കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാനീയമാണ് വോഡ്ക. വോഡ്കയുടെ കൃത്യമായ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും റഷ്യയുടെയും പോളണ്ടിന്റെയും ചരിത്രവുമായി ഈ പാനീയത്തിന് അടുത്ത ബന്ധമുണ്ട്. വോഡ്കയുടെ ചരിത്രവും റഷ്യൻ സമൂഹത്തിലെ അതിന്റെ സ്ഥാനവും പരിചയപ്പെടുത്തുന്ന പ്രദർശന കേന്ദ്രമാണിത്. വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വോഡ്ക കുപ്പികൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, പഴയ പരസ്യങ്ങൾ, രേഖകൾ, മറ്റ് ചരിത്ര വസ്തുക്കൾ എന്നിവ ഇവിടെ കാണാം. മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾക്കൊപ്പം ഗൈഡിന്റെ വിശദീകരണവും ലഭിക്കും. വോഡ്ക റഷ്യൻ സംസ്കാരത്തിൽ എങ്ങനെ ഇടം നേടിയെന്നും വിവിധ കാലഘട്ടങ്ങളിൽ അതിന്റെ ഉപയോഗത്തിലും നിർമ്മാണത്തിലുമുണ്ടായ മാറ്റങ്ങളുമെല്ലാം ഇവിടെ നിന്ന് മനസ്സിലാക്കാം. സന്ദർശനത്തിന്റെ ഭാഗമായി വോഡ്ക ടേസ്റ്റിംഗും ലഭ്യമാണ്. വിവിധ തരത്തിലുള്ള വോഡ്ക പരിചയപ്പെടാനും അവ പരമ്പരാഗതമായി എങ്ങനെ വിളമ്പാറുണ്ടെന്ന് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും. താല്പര്യമുള്ളവർക്ക് മ്യൂസിയത്തിലെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സാധിക്കും. വോഡ്കയുടെ ചരിത്രത്തെയും റഷ്യൻ സംസ്കാരത്തിലെ അതിന്റെ സ്ഥാനത്തെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് റഷ്യൻ വോഡ്ക മ്യൂസിയം വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. ഇനി നമുക്ക് സാർ ചക്രവർത്തിമാരുടെ പ്രശസ്തമായ സമ്മർ റെസിഡൻസ് ആയ പീറ്റർ ഹോഫിലേക്ക് പോകാം. പീറ്റർ ദി ഗ്രേറ്റ് നിർമ്മിച്ച ഈ രാജകീയ സമുച്ചയം ഫിൻലൻഡ് ഉൾക്കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തോടൊപ്പം വിശാലമായ നിരവധി ഫൗണ്ടനുകൾ, പവലിയനുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയും പീറ്റർ ഹോഫിന്റെ ഭാഗമാണ്. ഇന്നത്തെ ഗ്രാൻഡ് പീറ്റർ ഹോഫ് വലിപ്പത്തിൽ വിന്റർ പാലസിനേക്കാൾ ചെറുതാണെങ്കിലും ആഡംബരത്തിലും വാസ്തുവിദ്യാ ഭംഗിയിലും ഒട്ടും പിന്നിലല്ല. യൂറോപ്യൻ രാജകീയ വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റഷ്യൻ ശൈലിയിൽ വികസിപ്പിച്ചെടുത്ത സമുച്ചയമാണിത്. കൊട്ടാരത്തിലെ മുറികൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ അലങ്കാര ശൈലികൾ പിന്തുടരുന്നു. നിറങ്ങളിലും അലങ്കാര പണികളിലും ഫർണിച്ചറുകളിലും വലിയ വൈവിധ്യം കാണാം. സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളും മനോഹരമായ ചുവർ ചിത്രങ്ങളും കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾക്ക് രാജകീയ പ്രൗഢി നൽകുന്നു. വിവിധ കാലഘട്ടങ്ങളിലെ ഫർണിച്ചറുകൾ, കലാസൃഷ്ടികൾ, രാജകുടുംബത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്നിവയും മ്യൂസിയത്തിൽ കാണാം. പീറ്റർ ഹോഫിന്റെ ഏറ്റവും വലിയ ആകർഷണം കൊട്ടാരം മാത്രമല്ല. 150-ലധികം ഫൗണ്ടനുകളും ഗ്രാൻഡ് കാസ്കേഡും ഉൾപ്പെടുന്ന ലോവർ പാർക്കാണ് ഇവിടെ മറ്റൊരു പ്രധാന കാഴ്ച. ഫിൻലൻഡ് ഉൾക്കടലിലേക്കുള്ള മനോഹരമായ കാഴ്ചയും ജലധാരകളും ഉദ്യാനങ്ങളും ചേർന്ന് പീറ്റർ ഹോഫിനെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും മനോഹരമായ രാജകീയ സമുച്ചയങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. അവസാനമായി നമുക്ക് കാതറിൻ പാലസിലേക്ക് പോകാം. സാർ ചക്രവർത്തിമാരുടെ സമ്മർ പാലസ് ആയിരുന്ന കൊട്ടാരം റഷ്യൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ നിർമ്മിതി.
സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ മറ്റു കൊട്ടാരങ്ങളെ പോലെ ആഡംബരത്തിന്റെ കാഴ്ചകളാണ് ഇവിടെയും ദൃശ്യമാവുക. ഭംഗിയുള്ള ഡിസൈൻ പാറ്റേണുകളും കൊത്തുപണികളുമെല്ലാം പുറംഭാഗത്തെ സുന്ദരമാക്കുന്നു. ഉള്ളിൽ ഓരോ മുറിയും വ്യത്യസ്ത തീമിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്വർണപ്പാളികൾ കൊണ്ടുള്ള അലങ്കാരം ഇവിടെയും കാണാം. കാതറിൻ പാലസിലെ ഏറ്റവും മനോഹര കാഴ്ച ആംബർ റൂമാണ്. മഞ്ഞ നിറത്തിലുള്ള ആംബർ കൊണ്ട് അലങ്കരിച്ച മുറി. കണ്ണഞ്ചിപ്പിക്കുന്ന ഗംഭീരമായ ആർട്ട് വർക്കുകൾ ഇവിടെ അലങ്കാരം തീർക്കുന്നു. കൊട്ടാരം കൂടാതെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഉദ്യാനവും കൊട്ടാരത്തിന് ചുറ്റുമായുണ്ട്. തടാകങ്ങളും പുൽത്തകിടികളും മരക്കൂട്ടവുമെല്ലാമുള്ള ഉദ്യാനം ഹരിതസുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ചരിത്രവും സംസ്കാരവും വാസ്തുവിദ്യയും ഒരുമിച്ചു ചേരുന്ന ഒരു തുറന്ന ചരിത്ര പുസ്തകമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. പീറ്റർ ദി ഗ്രേറ്റ് സ്ഥാപിച്ച ഈ നഗരം റഷ്യൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനോടൊപ്പം റഷ്യൻ സാഹിത്യം, സംഗീതം, കല, നാടകം എന്നിവയുടെ വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ചു. കൊട്ടാരങ്ങളും കത്തീഡ്രലുകളും മ്യൂസിയങ്ങളും ചരിത്ര സ്മാരകങ്ങളും ഇന്നും ആ കാലഘട്ടത്തിന്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു.